ഈ വീട്ടിലെ പണി മുഴുവനെടുത്ത് മയ്യത്താവുന്ന തോന്നലേ. ഞാനത് ചെയ്തു കൊച്ചുമ്മ, ഞാനത് ചെയ്തു. ഇവിടത്തെ പിറകു മൊത്തം കീറി തീർത്തു കൊച്ചുമ്മ, കീറി തീർത്തു. എന്താ പോലെ അത്രയല്ല ചുക്കുറ. എന്താ കൊച്ചുമ്മ? ഇതുപോലെ നീ എന്നെ കൊച്ചുമ്മാന്ന് വിളിക്കണ്ട. ഇനി മുതൽ അവിടെ കൊച്ചുമ്മയല്ല, പിന്നെ നിന്റെ അവിടെ വല്യമ്മയാണ് വല്യമ്മ. വേലക്കാരൻ എന്താ ഇവിടെ കാര്യം? അല്ല, അത് പിന്നെ ഞാൻ കോടാലി. നീ വന്നെന്ന് നമ്മക്കൊരു കോടാലിയാണില്ല, പക്ഷെ അനക്കെന്താണ് ഇപ്പൊ ഇവിടെ കാര്യം? അല്ല, അത് പിന്നെ എടെ ചെക്ക, അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നൊരു ചൊല്ലുണ്ട്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്ന് വേറൊരു ചൊല്ലുണ്ട്. ഇറങ്ങി പോരാജിമാരെ. എടി പാത്തു, എത്ര നേരമായി നമ്മള് പറയണ ഭക്ഷണം എടുത്തു വെക്കാൻ? പൊന്നു മനുഷ്യനെ കഴിഞ്ഞ 4 മണിക്കൂർ കൊണ്ട് നമ്മള് പറയണല്ലേ 10 മിനിറ്റ് ഉണ്ടാവും 10 മിനിറ്റ് ഉണ്ടാവും. അല്ല, ഇതിപ്പോ മാറി തിന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോണത്? അപ്പൊ എന്റെ കടയിൽ ഈ എനിക്ക് കൂടി ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയിൽ ഇപ്പൊ എന്തിരുന്നിട്ടാന്ന് അറിയില്ല. വല്ലപ്പോഴും കണ്ട് നാരങ്ങ വീഴണം. എന്നാ വേണമെങ്കിൽ ഇങ്ങോട്ട് നാരങ്ങ ഞാൻ പിഴിഞ്ഞാ. ഇനിയിപ്പോ എന്റെ നാരങ്ങ കൂടിയേ പിരിയാനുള്ളൂ. എന്നെ പിരിഞ്ഞു കോലത്തിലാക്കിയല്ലോ. എടി ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കണം, പെണ്ണെന്നും പെണ്ണ. ഭയപ്പെട്ടാൽ നിങ്ങൾ പറഞ്ഞാക്കാണ്ടോ പെണ്ണെന്നെ പെണ്ണെന്നെ. പാത്തു 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 എടി പോട്ടെ. കണ്ട, കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്തു വിളി കേട്ടി. എടി എന്റെ ഭക്ഷണത്തിന്റെ കാര്യം എന്തായി? ഞാൻ പറഞ്ഞില്ലത് ശരിയായിട്ടില്ല. പാത്തു, ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം, നീ എന്നിൽ ഉറങ്ങിക്കിടക്കണം, മൃഗത്തെ പുറത്ത് ചാടിക്കരുത്. പിന്നെ ഒരു പൂച്ചക്കുഞ്ഞു പുറത്തിയാടിയപ്പോ എനിക്കെന്താന്ന് അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ നിന്നെ കെട്ടി അന്നുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാ. അതുകൊണ്ട് നമ്മൾ നിന്നെ മൊഴി ചൊല്ലിയിട്ട് വേറെ നിൽക്കാൻ കഴിച്ചാ പോണ്. അതെന്തിനാണ്? ഒരു കണക്കിന് ആ പറഞ്ഞതും ശരിയാണ്. ചെറിയ പറയില്ല, വലിയ വർത്താനം പറയണം. അവനതും പറയും, അതിലപ്പുറം പറയും. നിങ്ങളുടെ എല്ലാം മോള്. എന്നാണ് എന്റെ വിശ്വാസം. അന്ധവിശ്വാസം ആവാം. അപ്പൊ നിങ്ങൾ എന്റെ ചാരിത്രത്തെയാണ് സംശയിച്ചേക്കുന്നത്. ഇനി ഒരു നിമിഷം ഞാൻ വീട്ടിൽ നിൽക്കൂല. നിങ്ങളെ പെണ്ണുങ്ങളെ പെട്ടിട്ട് കയറുന്നതിന് നിങ്ങളെ വനിതാ കമ്മീഷനിൽ കൊണ്ട് ഒരു പരാതി കൊടുത്ത് നിങ്ങളെ ആളുകളെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പേര് കുഞ്ഞിപ്പാത്തു മാറ്റാ. ആണുങ്ങളുടെ മേലെ വെക്കിട്ട് കയറുന്ന ഇന്നെ പോലുള്ള പെണ്ണുങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാക്കി നിന്നേക്ക് ഹലാക്ക് ചൊല്ലി ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിക്കാതല്ല. കാണാടി അങ്ങനെ. നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾ. ചിക്കൻ കുനിയെ കുറിച്ച് പഠിക്കാൻ വന്ന 3-അംഗ സംഘം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ശവസംസ്കാരം നാളെ വീട്ടുവളപ്പിൽ. കേരളം 3 യുദ്ധവിമാനങ്ങൾ പരീക്ഷണ പറക്കൽ നടത്തി. 1 എയിലെയും 2 ബിയിലെയും 3 സിയിലെയും പഠിക്കുന്ന 3 കുട്ടികളാണ് ബുക്കിൽ നിന്ന് പേപ്പർ കീറി റോക്കറ്റ് പറത്തിയത്. ഇതുവരെയും ആളപായം രേഖപ്പെടുത്തിയിട്ടില്ല. വേമ്പനാട്ടുകായലിലെ വള്ളംകളി വെള്ളം കുറവായതിനാൽ നാഷണൽ ഹൈവേയിലെ ഗട്ടറിലേക്ക് മാറ്റി. വള്ളം തള്ളിക്കൊണ്ടുപോയ തുഴക്കാരെ സൂപ്പർ ഫാസ്റ്റ് വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്തത്. ഉത്സവപ്പറമ്പിൽ പാപ്പാനുമായി ഒന്നും കണ്ടു പറഞ്ഞ് തല്ലുകൂടിയ മുണ്ടക്കൽ ശേഖരൻ എന്ന കൊമ്പനാന മതം മാറി ആനയെ നാളെ പൊന്നാനിയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരും. ഒളിമ്പിക്സ് വാർത്തകൾ. ബീജിംഗിൽ നടന്ന ഓട്ട മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ബിന്ദു പീട്ടിക്ക് സ്വർണം ലഭിച്ചു. കിട്ടിയ സ്വർണം ഉടമസ്ഥനെ തിരികെ കൊടുത്ത ബിന്ദു സത്യസന്ധതയ്ക്ക് മാതൃകയായി. ട്രാക്കിൽ കിടന്നാണ് ജപ്പാൻകാരന്റെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ അരഞ്ഞാണം ബിന്ദുവിന് കളഞ്ഞു കിട്ടിയത്. ദമ്പതികളുടെ കുടുംബ പ്രശ്നങ്ങൾ
കാര്യത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ. ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യ വിഷനിൽ. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജ പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാക്ഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. അത്ര പിത്തല തവളാച്ചി, ചുക്കുമരിക്കണ ചൂലാപ്പി, മറിയം വന്ന് ഇവിടെ കൂതി. എന്താ ഈ പറയണത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു ഖാദർ പാത്തുമ്മ ദമ്പതികൾ, ഒപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കജാക്ഷനും. ഖാദർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ ഖാദർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാൻ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസളകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് സ്ത്രീകളുടെ മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷ്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. അവിടുന്നും പോയി ഖാദർക്ക, അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. അതെ, ഈ മറുപടി പറയിപ്പിക്കുവെച്ചെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. തീർച്ചയായും വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ ഖാദർക്ക? എന്താ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണിച്ചോളം കണ്ടു പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുൻതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഹച്ചിനെ സ്നേഹിച്ചത്, അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇത്താക്ക് വേണ്ടി താജ്മഹൽ പണിയുമോ? പണിയോന്നാ, അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഈ പഹിച്ചൊന്നും മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട വിത്തും കുതിര, എന്തു പറയുന്നു? ചെരുപ്പ്. കറക്റ്റ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രവയ്ക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രം വയ്ക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസള? എന്തായാലും ഇത്തരം കൾച്ചറില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംക്ക് പറയുന്നു? എടാ മാംസറെ, സിനിമയില് നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഷൂട്ടിങ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക വീഴ്ചകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10ന്റെ പൈസ കിട്ടുമോ? ആ പദവിയുടെ അർത്ഥം അതറിയ എന്താന്ന് മനസ്സിലാക്കണം. അത്തരങ്ങൾ അച്ചടിച്ചുകൂട്ടിയ പുസ്തകത്താകുന്നു. ഇന്ത്യയൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ അതുപോലെ തനിക്ക് പ്രാസെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോന്ന് പരാജയം? മൂക്കറ്റ് വെള്ളമടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യയ്ക്കും മക്കൾക്കും മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെ ഒക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്രയെത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആനപ്പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടെ തുരുമ്പ് പിടിച്ച സ്റ്റൗവുമായി വന്നിരിക്കുന്നു. ഇവരുടെ പല്ലടിച്ചു ഒഴിക്കാനാണില്ലാണ്ടാണ്. ഇങ്ങോട്ട് വാഴ അടിച്ചു കുഴിക്കാൻ എന്റെ കൈ കണ്ടും ചന്തയ്ക്ക് പോയി. ഇതുപോലെ കഷ്ടവർത്താതെ പറയൂ. അത്രയ്ക്കായോ? ചർച്ച
ചർച്ച വഴിതെറ്റുന്നു, വാക്കുകൾ അതിൽ കിടക്കുന്നു, താത്തയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു. നിങ്ങൾ കഥാപ്രസംഗം പറയാതെ ഇങ്ങോട്ട് മാറി നിൽക്കണം. ഇയാളെ രണ്ട് പൊട്ടിക്കളി വെച്ച് പാവനെ കിട്ടുകൊള്ളു. കൊല്ലം പോലെയായി ഈ കാലമാണ് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ടു. എന്നെ സഹിക്കണമെന്ന നിന്നെ പോലെ പൂതനെ ഇത്ര നാൾ സഹിച്ച എന്നെ ഭൂമിക്ക് പൂജിക്കണം. നിനക്കറിയോ നിനക്ക് ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണത്ര ഭാര്യ. ഒരു ഭർത്താവ് വന്നേക്കണം. അലവലാതി. ഒരു വിധ ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു കൂതറ ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ വെട്ടകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ നമുക്ക് സ്വർഗല്ലേ സ്വർഗം. പറയാനുണ്ടാക്കാതിരിക്കുക. ഇത് മഹിളാ സമാജല്ല, ലഹളാ സമാജ. അങ്ങനെ പറയും. ഇതിന്ന് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല. നമ്മളെന്നെ വിചാരിക്കണം. മനസ്സിലായ? അപ്പൊ ഞങ്ങളൊന്നായി. നിങ്ങൾ തമ്മിൽ എന്നാലും ആയിക്കോ. ചർച്ച മതിയാക്കി ഒരു പാട്ടങ്ങളിടോ. ഇതിൽ നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു കുടുംബത്തിലും ജീവിത വിജയം വേണമെങ്കിൽ ഇത് പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെ ആകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ.